ഹലോ ഫ്രണ്ട്സ്, 2026 ജനുവരി മാസത്തെ മുഴുവൻ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ക്ലാസ് അവസാനം വരെ കാണാൻ ശ്രമിക്കണേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. 2026 ജനുവരി മാസത്തെ പ്രധാനപ്പെട്ട മുഴുവൻ കറണ്ട് അഫയേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നോക്കാം. പുതുവർഷത്തെ ആദ്യം സ്വാഗതം ചെയ്ത ദ്വീപ് രാഷ്ട്രം ഏതാണ്? കിരിബാത്തി എന്ന് പറഞ്ഞ രാഷ്ട്രമാണ് കേട്ടോ. പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാം. പുതുവർഷത്തെ ആദ്യം സ്വാഗതം ചെയ്ത ദ്വീപ് രാഷ്ട്രം ഏതാണ്? കിരിബാത്തിയാണ്. കിരിബാത്തി അറിയപ്പെടുന്നത് ക്രിസ്തുമസ് ദ്വീപ് എന്നാണ് കിരിബാത്തി ദ്വീപ് അറിയപ്പെടുന്നത്. ക്രിസ്തുമസ് ദ്വീപ് എന്നാണ് കിരിബാത്തി ദ്വീപ് അറിയപ്പെടുന്നത്. ഇത് എവിടെയാണ് ഈ നമ്മുടെ ഈ കിരിബാത്തി ദ്വീപ് ഉള്ളത്? ഹവായിക്ക് തെക്കു കിഴക്കായും ഓസ്ട്രേലിയക്ക് വടക്ക് കിഴക്കായും സ്ഥിതി ചെയ്യുന്ന പസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് കിരിബാത്തി എന്നറിയപ്പെടുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാം, പുതുവർഷത്തെ ആദ്യം സ്വാഗതം ചെയ്ത ദ്വീപരാഷ്ട്രം ഏതാണ്? കിരിബാത്തി. അടുത്ത പോയിന്റ് നോക്കാം. പുതുവർഷത്തിൽ ലവ് കറൻസി ഉപേക്ഷിച്ച് യൂറോ ഔദ്യോഗിക കറൻസിയായി സ്വീകരിച്ച രാജ്യം ഏതാണ്? ബൾഗേറിയയാണ് കേട്ടോ, ബൾഗേറിയ. അപ്പൊ എന്താണ്? പുതുവർഷത്തിൽ ലവ് കറൻസി ഉപേക്ഷിച്ച് യൂറോ ഔദ്യോഗിക കറൻസിയായി സ്വീകരിച്ച രാജ്യം ഏതാണ്? ബൾഗേറിയയാണ്, ബൾഗേറിയ. അതായത് ബൾഗേറിയ യൂറോപ്യൻ യൂണിയനിൽ ചേർന്നതിന് ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷമാണ് ലവ് കറൻസിയിൽ നിന്ന് യൂറോയിലേക്കുള്ള മാറ്റം വന്നത്. അപ്പൊ അതുപോലെ തന്നെ യൂറോ ഉപയോഗിക്കുന്ന രാജ്യങ്ങളെയെല്ലാം ചേർത്ത് പറയുന്ന പേരാണ് യൂറോസോൺ കേട്ടോ. അതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചോണേ. യൂറോ ഉപയോഗിക്കുന്ന രാജ്യങ്ങളെയെല്ലാം ചേർത്ത് പറയുന്ന പേരാണ് യൂറോസോൺ. ബൾഗേറിയ കൂടിയെത്തുന്നതോടെ യൂറോസോണിൽ 21 രാജ്യങ്ങളാവും കേട്ടോ. ഇപ്പൊ പഠിച്ചു വെക്കുക. പുതുവർഷത്തിൽ ലവ് എന്ന് പറഞ്ഞ കറൻസി ഉപേക്ഷിച്ച് യൂറോ ഔദ്യോഗിക കറൻസിയായി സ്വീകരിച്ച രാജ്യം ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? ബൾഗേറിയയാണ് കേട്ടോ, ബൾഗേറിയയാണ്. അതായത് നമ്മുടെ ബൾഗേറിയ യൂറോപ്യൻ യൂണിയനിൽ തന്നെയുള്ള ഒരു രാജ്യമാണ്. എന്നിരുന്നാൽ പോലും അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ലവ് എന്ന് പറഞ്ഞ കറൻസി ഉണ്ടായിരുന്നു. അതായത് യൂറോപ്യൻ യൂണിയനിൽ ബൾഗേറിയ ചേർന്നതിന് ശേഷം 19 വർഷങ്ങൾക്ക് ശേഷമാണ് ലവ് കറൻസിയിൽ നിന്ന് യൂറോയിലേക്കുള്ള മാറ്റം സംഭവിച്ചത്. അതുപോലെ തന്നെ യൂറോ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ, അതായത് യൂറോ ഔദ്യോഗിക കറൻസി ആയിട്ട് ഉപയോഗിക്കുന്ന രാജ്യങ്ങളെല്ലാം ചേർത്ത് പറയുന്ന പേരാണ് യൂറോ സോൺ. അതുപോലെ തന്നെ ബൾഗേറിയ കൂടിയെത്തുന്നതോടെ, അതായത് ബൾഗേറിയ കൂടി യൂറോയെ ഔദ്യോഗിക കറൻസിയായി സ്വീകരിക്കുന്നതോടുകൂടി തന്നെ യൂറോ സോണിൽ 21 രാജ്യങ്ങളായിട്ടുണ്ട്. നിലവിൽ 21 രാജ്യങ്ങളായിട്ടുണ്ട്. യൂറോ ഔദ്യോഗിക കറൻസി ആയിട്ട് ഉപയോഗിക്കുന്ന 21 രാജ്യങ്ങളായിട്ടുണ്ട് നിലവിൽ. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത MRI സ്കാനർ വികസിപ്പിച്ച സ്റ്റാർട്ടപ്പ് കമ്പനി ഏതാണ്? വോക്സൽ ഗ്രിഡ്സ് ആണ് കേട്ടോ, വോക്സൽ ഗ്രിഡ്സ്. ഒന്നുകൂടെ പറയാം. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത MRI സ്കാനർ വികസിപ്പിച്ച സ്റ്റാർട്ടപ്പ് ഏതാണ്? വോക്സൽ ഗ്രിഡ് ആണ്. ആ വോക്സൽ ഗ്രിഡ്സ് എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പിന്റെ സ്ഥാപകനാണ് അർജുൻ അരുണാചലം റേ കേട്ടോ, അർജുൻ അരുണാചലം റേ. അടുത്ത പോയിന്റ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച ആദ്യത്തെ അർദ്ധ ബാലിസ്റ്റിക് മിസൈലിന്റെ പേരാണ് പ്രളയ് കേട്ടോ. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിന്റ് ആണ്, പഠിച്ചു വെക്കണം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച ആദ്യത്തെ അർദ്ധ ബാലിസ്റ്റിക് മിസൈലിന്റെ പേരാണ് പ്രളയ്. 2020 ഇന്ത്യ ചൈന അതിർത്തിയിലെ ഗാൽവൻ സംഘർഷം പ്രമേയമാക്കി അപൂർവ ലാഖിയ സംവിധാനം ചെയ്ത സിനിമയാണ് ബാറ്റിൽ ഓഫ് ഗാൽവാൻ കേട്ടോ. ഈ സിനിമ ഇറങ്ങിയിട്ടില്ല, ബാറ്റിൽ ഓഫ് ഗാൽവാൻ. അതായത് നമ്മുടെ 2020 ഇന്ത്യ ചൈന അതിർത്തിയിലെ സംഘർഷത്തെ പ്രമേയമാക്കി അപൂർവ ലാഖിയ സംവിധാനം ചെയ്ത സിനിമയാണ് ബാറ്റിൽ ഓഫ് ഗാൽവൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ഇതിൽ നായകൻ വരുന്നത് നമ്മുടെ സൽമാൻ ഖാൻ ആണ്. ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടില്ല. ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്തത് ലഡാക്കിലെ കാരക്കോറം മലനിരകളിലാണ് ഗാൽവാൻ താഴ്വര സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, എവിടെയാണ് ഗാൽവാൻ താഴ്വര സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിക്കാം. എവിടെയാണ്? ലഡാക്കിലെ കാരക്കോറം മലനിരകളിലാണ്. അടുത്ത പോയിന്റ്. വേദന സംഹാരിയായ നിമുസലൈഡ് എത്ര അളവിൽ കൂടുതൽ അടങ്ങിയ മരുന്നുകളുടെ ഉൽപാദനം, വിൽപ്പന, വിതരണം എന്നിവയാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ നിരോധിച്ചത്? 100 മില്ലിഗ്രാം ആണ്, 100 mg ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ഒരു മാർക്ക് പ്രതീക്ഷിക്കാം. എന്താണ്? വേദന സംഹാരിയായ നിമുസലൈഡ് എത്ര അളവിൽ കൂടുതൽ അടങ്ങിയ മരുന്നുകളുടെ ഉൽപാദനം, വിൽപ്പന, വിതരണം എന്നിവയാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ നിരോധിച്ചത്? 100 മില്ലിഗ്രാം ആണ്, 100 mg ആണ്. ലോകത്താദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന ആദ്യ
പ്രാണിവർഗം ഏതാണ്? ആമസോണിയൻ സ്റ്റിംഗ്ലെസ് ബീസ് ആണ് കേട്ടോ. ആമസോണിയൻ സ്റ്റിംഗ്ലെസ് ബീസ് ആണ്. അപ്പൊ എന്താണ്? ലോകത്താദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന ആദ്യ പ്രാണിവർഗം ഏതാണ്? ആമസോണിയൻ സ്റ്റിംഗ്ലെസ് ബീസ് ആണ്. അതാ ഈ ആമസോൺ സ്റ്റിംഗ്ലെസ് ബീസ് എന്നറിയപ്പെടുന്നത് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള തേനീച്ച വർഗം ഇവരാണെന്ന് കരുതപ്പെടുന്നു കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാം, ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേനീച്ച വർഗം ആരാണെന്ന് ചോദിക്കാം. ആരാണ്? ആമസോണിയൻ സ്റ്റിംഗ്ലെസ് ബീസ് ആണ്. അതോടൊപ്പം തന്നെ ലോകത്താദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന ആദ്യ പ്രാണിവർഗം കൂടിയാണ് ആമസോണിയൻ സ്റ്റിംഗ്ലെസ് ബീസ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ച് ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ് കേട്ടോ. ഗുജറാത്തിലാണ്, പഠിച്ചു വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ച് ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത് ഗുജറാത്ത്. അമിക്കസ് ഗ്രോത്ത് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അപൂർവ ധാതുക്കളുടെ അഥവാ റെയർ എർത്ത് മെറ്റൽസിന്റെ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? മൂന്നാം സ്ഥാനമാണ്. ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം ചൈനയാണ് കേട്ടോ. ഇവിടെ പറയാം, അമിക്കസ് ഗ്രോത്ത് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അപൂർവ ധാതുക്കളുടെ അഥവാ റെയർ എർത്ത് മെറ്റൽസിന്റെ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്നാം സ്ഥാനമാണ്. ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം ചൈനയാണ്. ബ്രിട്ടനിലെ കിങ്സ് ന്യൂ ഇയർ ഓണേഴ്സിൽ ഡെയിംഹുഡ് പദവി ലഭിച്ച ഇന്ത്യൻ വംശജ ആരാണ്? മീര സിയാളാണ് കേട്ടോ. മീര സിയാളാണ്, പഠിച്ചു നോക്കുക. ബ്രിട്ടനിലെ കിങ്സ് ന്യൂ ഇയർ ഓണേഴ്സിൽ ഡെയിംഹുഡ് പദവി ലഭിച്ച ഇന്ത്യൻ വംശജ മീര സിയാളാണ്. അടുത്ത പോയിന്റ് നോക്കാം. സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം നിർത്തലാക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യ രാജ്യമായി ഡെൻമാർക്ക് മാറി കേട്ടോ. പഠിച്ചു വെക്കണം. സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം നിർത്തലാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഡെൻമാർക്ക്. ലോകത്തിൽ അരി ഉൽപാദനത്തിൽ ചൈനയെ പിന്തള്ളി ഒന്നാമതെത്തിയ രാജ്യം നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. ലോകത്തിൽ അരി ഉൽപാദനത്തിൽ ചൈനയെ പിന്തള്ളി ഒന്നാമതെത്തിയ രാജ്യം ഇന്ത്യ. പുതുവർഷത്തിൽ US വീശിയടിച്ച ശീത കൊടുങ്കാറ്റ് ഏതാണ്? എസ്രയാണ് കേട്ടോ. എസ്ര. പുതുവർഷത്തിൽ US അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വീശിയടിച്ച ശീത കൊടുങ്കാറ്റ് എസ്രയാണ്. ഗ്രീൻ താരിഫ് എന്നറിയപ്പെടുന്ന കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് ഔദ്യോഗികമായി നടപ്പാക്കിയ അന്താരാഷ്ട്ര കൂട്ടായ്മ ഏതാണ്? യൂറോപ്യൻ യൂണിയൻ ആണ് കേട്ടോ. യൂറോപ്യൻ യൂണിയൻ ആണ്. എന്താണ്? ഗ്രീൻ താരിഫ് എന്നറിയപ്പെടുന്ന കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് ഔദ്യോഗികമായി നടപ്പാക്കിയ അന്താരാഷ്ട്ര കൂട്ടായ്മ യൂറോപ്യൻ യൂണിയൻ ആണ്. സ്ത്രീ ശാക്തീകരണം സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് കോളേജ് ക്യാമ്പസുകളിൽ നടത്തുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് കനൽ പദ്ധതി. എന്താണ്? സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് കോളേജ് ക്യാമ്പസുകളിൽ നടത്തുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് കനൽ പദ്ധതി. അടുത്ത പോയിന്റ് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ ടെലഗ്രാമിലാണ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ 1 hour ലൈവ് സെക്ഷൻ ആണ് വരുന്നത്. ആ ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കൂട്ടുകാർക്ക് അത് റെക്കോർഡ് ചെയ്ത് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതാണ് പറയുന്നത്. ലൈവ് പ്ലസ് റെക്കോർഡർ ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ PDF നോട്ട്സും എല്ലാ ക്ലാസ്സിന്റെ PDF നോട്ട്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീക്കിലി മോക്ക് ടെസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിവിഷൻ ഓറിയന്റഡ് ക്ലാസ്സസും ആ ഒരു ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബാച്ചിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 6 മാസമാണ് വരുന്നത്. ഇനി വരുന്ന 6 മാസത്തിലാണ് എല്ലാ പ്രധാനപ്പെട്ട പരീക്ഷകളും നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇനി വരുന്ന പരീക്ഷകളിൽ 10ഉം 20ഉം മാർക്കും ഒക്കെയാണ് എന്താണ് കറണ്ട് അഫയേഴ്സിന് ചോദിക്കുന്നത്. അപ്പോൾ 200 രൂപ മുടക്കി നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ മാർക്കുകളൊക്കെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരാം. അപ്പോൾ അഡ്മിഷൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ചു പോകാം. കറണ്ട് അഫയേഴ്സ് ഡെയിലി ക്ലാസ്സിലൂടെ പഠിച്ചു പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് കിട്ടുകയും ചെയ്യും. ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം നല്ല രീതിയിൽ കറണ്ട് അഫയേഴ്സിന്റെ പാർട്ടിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ 10th ലെവൽ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനി ബോർഡ് LGS VFA ബെവ്കോ LDC അത് ടെലഗ്രാമിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ മാത്രമല്ല മറ്റ് അധ്യാപകരും ഉണ്ട്. അതിന്റെ കോഴ്സ് ഫീ 400 രൂപയാണ്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ റൂട്ട് ഏതാണ്? കൊൽക്കത്ത മുതൽ ഗുവാഹത്തി വരെയാണ്. കൊൽക്കത്ത ടു ഗുവാഹത്തി. അപ്പൊ രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ റൂട്ട് ഏതാണ്? കൊൽക്കത്ത ടു ഗുവാഹത്തിയാണ്.
ന്യൂയോർക്ക് സിറ്റിയുടെ 112ാം മേയറായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജനാരാണ് സൊഹ്റാൻ മംതാനിയാണ് കേട്ടോ. സൊഹ്റാൻ മംതാനിയാണ്. പരീക്ഷയ്ക്ക് ഒരു മാർക്ക് പ്രതീക്ഷിക്കാം. ഇദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അപ്പൊ ന്യൂയോർക്ക് സിറ്റിയുടെ 112ാം മേയറായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജനാരാണ് സൊഹ്റാൻ മംതാനിയാണ്. ഇദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടി അംഗമാണ് സൊഹ്റാൻ മംതാനി കേട്ടോ. അപ്പൊ അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടി അംഗമാണ് സൊഹ്റാൻ മംതാനി. അതുപോലെ തന്നെ ഈ ന്യൂയോർക്ക് സിറ്റിയുടെ നഗരത്തിലെ ആദ്യത്തെ മുസ്ലിം മേയറായി ചരിത്രം കുറിച്ച ഇന്ത്യൻ വംശജനാണ് മംതാനി കേട്ടോ. അപ്പൊ ഈ ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ പദവിയിൽ വരുന്ന ആദ്യ മുസ്ലിം കൂടിയാണ് നമ്മുടെ സൊഹ്റാൻ മംതാനി. പഠിച്ചു നോക്കണം. ന്യൂയോർക്ക് സിറ്റിയുടെ 112ാം മേയറായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജനാരാണ് സൊഹ്റാൻ മംതാനി. അടുത്ത പോയിന്റ്, കൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് ഡയറക്ടറായി നിയമിതനായ മലയാളിയാരാണ് ശ്രീകുമാർ ജി പിള്ള. കൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിന്റെ ഡയറക്ടറായി നിയമിതനായ മലയാളിയാരാണ് ശ്രീകുമാർ ജി പിള്ള. അടുത്ത പോയിന്റ്, ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏർപ്പെടുത്തിയ ചെറുകഥയ്ക്കുള്ള 2025 ഏഷ്യൻ പ്രൈസ് ലഭിച്ചത് അഞ്ജന മേനോനാണ്. കൃതി റോസമാസ് ബോയ് ആണ്. പഠിച്ചു വെക്കുക. ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏർപ്പെടുത്തിയ ചെറുകഥയ്ക്കുള്ള 2025 ഏഷ്യൻ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? അഞ്ജന മേനോനാണ്. കൃതി ഏതാണ്? റോസമാസ് ബോയ് ആണ്. അടുത്ത പോയിന്റ്, കേരള രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നത് എന്ന് മുതലാണ്? ഇനി ജനുവരി 4 മുതലാണ് കേരള രജിസ്ട്രേഷൻ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി വരുന്ന പരീക്ഷയിൽ ഒരു മാർക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. പഠിച്ചു വെക്കണം. കേരളം രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നത് എന്ന് മുതലാണ്? ജനുവരി 4 മുതലാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? 1865 ജനുവരി 4 കണ്ണൂർ അഞ്ചരക്കണ്ടിയിലാണ് സംസ്ഥാനത്തെ ആദ്യ രജിസ്ട്രേഷൻ നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്തത് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. നിലവിലെ കേരള രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ആരാണ്? കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. അതോടൊന്ന് കണക്ട് ചെയ്തോണേ. അപ്പൊ എന്താണ് കേരളം രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്ന ഇനി മുതൽ എന്ന് മുതലാണ്? ജനുവരി 4 കേട്ടോ. കേരള രജിസ്ട്രേഷൻ ഡേ ജനുവരി 4. ആണികളില്ലാത്ത പലകകൾ തുന്നിക്കെട്ടി നിർമ്മിക്കുന്ന പുരാതന രീതി ഉപയോഗിച്ച് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി INS വി കൗണ്ടീന എന്ന കപ്പൽ നിർമ്മിച്ച മലയാളി ശില്പി ആരാണ്? ബാബു ശങ്കരനാണ് കേട്ടോ. ബാബു ശങ്കരനാണ്. പഠിച്ചു നോക്കണം. ആണികളില്ലാത്ത പലകകൾ തുന്നിക്കെട്ടി നിർമ്മിക്കുന്ന പുരാതന രീതി ഉപയോഗിച്ച് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി INS വി കൗണ്ടീന്യ എന്ന കപ്പൽ നിർമ്മിച്ച മലയാളി ശില്പി ആരാണ്? ബാബു ശങ്കരനാണ്. എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ, എക്സ് ഏതാണ്? നമ്മുടെ പഴയ ട്വിറ്റർ ആണ് എക്സ് എന്ന് പറയുന്നത് കേട്ടോ. എക്സിലൂടെ തത്സമയ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്ന AI ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് AI കേട്ടോ. ഗ്രോക്ക് AI പഠിച്ചു നോക്കണേ. എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ തത്സമയ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്ന AI ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് AI. ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞമാണ് അശ്വമേധം. ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞത്തിന്റെ പേരെന്താണ്? അശ്വമേധം. അടുത്ത പോയിന്റ്, രാജ്യത്തെ ഏറ്റവും അധികം ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. കേരളമാണ്. അപ്പോൾ പഠിച്ചു വെക്കണം. രാജ്യത്തെ ഏറ്റവും അധികം ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് കൊണ്ടുവരുന്ന വായ്പാ നയത്തിന് സമാനമായ പരിഷ്കാരവും സഹകരണ മേഖലയിൽ പുതിയ വായ്പാ നയവും നടപ്പിലാക്കുന്ന സംസ്ഥാനവും നമ്മുടെ കേരളമാണ് കേട്ടോ. ആ സംസ്ഥാനവും നമ്മുടെ കേരളമാണ്. മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രൊജക്ട് എക്സലൻസ് അവാർഡ് സ്വന്തമാക്കിയ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ് കേട്ടോ. ഒന്നുകൂടെ പറയാം. മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രൊജക്ട് എക്സലൻസ് അവാർഡ് സ്വന്തമാക്കിയ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ്. കേരളത്തിൽ റെയിൽവേ മ്യൂസിയം ആകാൻ തീരുമാനിച്ച ചരിത്ര സ്മാരകം ഏതാണ്? ചീന കൊട്ടാരം കൊല്ലമാണ് കേട്ടോ. ചീന കൊട്ടാരം കൊല്ലം. 2026 ജനുവരിയിൽ പ്രായപൂർത്തിയാകാനുള്ള വയസ്സ് സംബന്ധിച്ച പുതിയ നിയമം പാസാക്കിയ അറബ് രാജ്യം ഏതാണ്? UAE ആണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. UAE 18 വയസ്സായാൽ പ്രായപൂർത്തിയായി കണക്കാക്കും കേട്ടോ. ഇനി മുതൽ UAE 18 വയസ്സായി കഴിഞ്ഞാൽ പ്രായപൂർത്തിയായി കണക്കാക്കും. നേരത്തെ ഇത് 21 വയസ്സായിരുന്നു.
വനങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന മഞ്ഞക്കൊന്ന ഉൾപ്പെടെയുള്ള അധിനിവേശ സസ്യങ്ങളെ ജനപങ്കാളിത്തത്തോടെ പിഴുതെറിയുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഷൻ മഞ്ഞക്കൊന്ന. പഠിച്ചു വെക്കുക. വനങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന മഞ്ഞക്കൊന്ന ഉൾപ്പെടെയുള്ള അധിനിവേശ സസ്യങ്ങളെ ജനപങ്കാളിത്തത്തോടെ പിഴുതെറിയുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഷൻ മഞ്ഞക്കൊന്ന. വന്യജീവികളെ ആകർഷിക്കാത്തതും എന്നാൽ കർഷകർക്ക് മികച്ച വരുമാനം നൽകുന്നതുമായ കൃഷിരീതികൾ വനാതിർത്തികളിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഷൻ കൃഷി പുനരുജ്ജീവനം കേട്ടോ. മിഷൻ കൃഷി പുനരുജ്ജീവനം. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ് കേട്ടോ. അപ്പൊ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല ഏതാണ്? നമ്മുടെ എറണാകുളം ജില്ലയാണ് കേട്ടോ. ഹൈഡ്രജൻ ട്രെയിൻ ഓടുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഹരിയാനയാണ് കേട്ടോ. ഹൈഡ്രജൻ ട്രെയിൻ ഓടുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഹരിയാനയാണ്. അടുത്ത പോയിന്റ്, രാജ്യാന്തര കുളവാഴ കോൺഫറൻസിന് വേദിയാകുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ. രാജ്യാന്തര കുളവാഴ കോൺഫറൻസ് വേദി ആകുന്നത് കൊച്ചിയാണ്. 2026 ജനുവരിയിൽ ഡച്ച് കോളനി വാഴ്ച കാലത്തെ നിയമങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി സ്വന്തമായി രൂപകൽപ്പന ചെയ്ത പുതിയ പീനൽ കോഡ് നടപ്പിലാക്കിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ കേട്ടോ. ഇന്തോനേഷ്യ. അതായത് ഇത്രയേ ഉള്ളൂ. ഈ 2026 ജനുവരിയിൽ ഡച്ച് കോളനി വാഴ്ചക്കാലത്തെ അവരുടെ ക്രിമിനൽ നിയമങ്ങളൊക്കെ ഇല്ലേ, ആ നിയമങ്ങളൊക്കെ ഒഴിവാക്കി സ്വന്തമായിട്ടൊരു പീനൽ കോഡ് നടപ്പിലാക്കിയ 2026 ജനുവരിയിൽ സ്വന്തമായിട്ടൊരു പീനൽ കോഡ് നടപ്പിലാക്കിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ കേട്ടോ. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ പിടികൂടുന്നതിനായി 2026 ജനുവരിയിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ അതീവ രഹസ്യ നീക്കത്തിന് നൽകിയ പേരെന്താണ്? ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് കേട്ടോ. ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് പരീക്ഷയ്ക്ക് ചോദിക്കാം. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടുന്നതിനായി 2026 ജനുവരിയിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ അതീവ രഹസ്യ സൈനിക നീക്കത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. തിരുവിതാംകൂർ ചരിത്രം വിശദമായി രേഖപ്പെടുത്തുന്ന ആദ്യ പദ്ധതിയായിട്ടുള്ള ഡിജിറ്റൽ മ്യൂസിയം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കനകക്കുന്ന് കൊട്ടാരത്തിലാണ്. കനകക്കുന്ന് കൊട്ടാരത്തിലാണ്. 2026 ജനുവരിയിൽ നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ മുഖ്യ അതിഥി ആരാണ്? സുനിത വില്യംസ് ആണ്. KLF നമ്മൾ കേട്ടിട്ടില്ലേ? കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, കോഴിക്കോട് നടക്കുന്ന KLF അഥവാ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 2026ന്റെ മുഖ്യ അതിഥിയായിരുന്നത് ആരായിരുന്നു? സുനിത വില്യംസ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി കമ്മീഷണറായി ചുമതലയേറ്റതാരാണ്? ബർഹാം സാലിഹ് ആണ് കേട്ടോ. ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി കമ്മീഷണറായി ചുമതലയേറ്റതാരാണ്? ബർഹാം സാലിഹ് ആണ്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചതാർക്കാണ്? അരുന്ധതി റോയ്ക്കാണ്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചതാർക്കാണ്? അരുന്ധതി റോയ്ക്കാണ്. വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികളിൽ പൊതു അവബോധം വർദ്ധിപ്പിക്കുന്നതിനുമായി എല്ലാ സർക്കാർ സ്കൂളുകളിലും പത്രവാർത്ത നിർബന്ധമാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ്. എല്ലാ സ്കൂളുകളിലും പത്രവാർത്ത നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. വെനസ്വേലയുടെ ഇടക്കാല ചുമതല ഏറ്റെടുത്ത വൈസ് പ്രസിഡന്റ് ആരാണ്? ഡെൽസി റോഡ്രിഗസ് ആണ്. വെനസ്വേലയുടെ ഇടക്കാല ചുമതല ഏറ്റെടുത്ത വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ആണ്. അടുത്ത പോയിന്റ്, വിരമിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് അവസാനം വാങ്ങിയ അടിസ്ഥാന ശമ്പളത്തിൽ പകുതി പെൻഷൻ ഉറപ്പു നൽകുന്ന പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് കേട്ടോ. അതായത് നമ്മുടെ എന്താണ് അഷ്വേർഡ് പെൻഷൻ സ്കീം എന്നാണ് അതിന് പറയുന്നത്. എന്താണ് അഷ്വേർഡ് പെൻഷൻ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരമിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് അവസാനം വാങ്ങിയ അടിസ്ഥാന ശമ്പളത്തിൽ പകുതി പെൻഷൻ ഉറപ്പു നൽകുന്ന പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. നമ്മൾ തമിഴ്നാടിനെ മാതൃകയാക്കി 2026 ഏപ്രിൽ 1 മുതൽ നമ്മൾ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അടുത്ത പോയിന്റ്, കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ സ്കൂളുകളിലും വീട്ടുപരിസരങ്ങളിലും കളിക്കൂട്ടം ഒരുക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് സ്നേഹം പദ്ധതി. ഒന്നുകൂടെ പറയാം, കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ സ്കൂളുകളിലും വീട്ടുപരിസരങ്ങളിലും
കളിക്കൂട്ടം ഒരുക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി ഏതാണ്? സ്നേഹം പദ്ധതിയാണ്. നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഒന്ന് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അടുത്ത പോയിന്റ്, സാധാരണക്കാരുടെ പരാതികൾ പരിഹരിക്കുന്നതിനും ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാന പരിപാടികളും പദ്ധതികളും സംസ്ഥാന ഗവൺമെന്റുകൾ പ്രഖ്യാപിച്ച പദ്ധതികളും ഒരേ സമയം നിരീക്ഷിക്കുന്നതിനും അവലോകനം ചെയ്യുന്നതിനും ലക്ഷ്യമിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് പ്രഗതി പ്ലാറ്റ്ഫോം. ഒന്നുകൂടെ പറയാം, സാധാരണക്കാരുടെ പരാതികൾ പരിഹരിക്കുന്നതിനും ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാന പരിപാടികളും പദ്ധതികളും സംസ്ഥാന ഗവൺമെന്റുകൾ പ്രഖ്യാപിച്ച പദ്ധതികളും ഒരേ സമയം നിരീക്ഷിക്കുന്നതിനും അവലോകനം ചെയ്യുന്നതിനും വേണ്ടി ലക്ഷ്യമിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് പ്രഗതി പ്ലാറ്റ്ഫോം. രണ്ടാം ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് 2026 വേദി ദാമൻ ആൻഡ് ദിയു ആണ് കേട്ടോ. രണ്ടാം ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് 2026 വേദി ദാമൻ ആൻഡ് ദിയു ആണ്. 38ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി കൊച്ചിയാണ് കേട്ടോ. 38ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി കൊച്ചിയാണ്. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിലെ പെൻഷൻകാർക്കുള്ള ഒരു സുഗമമായ ഓൺലൈൻ പെൻഷൻ പ്രോസസിംഗ് പേയ്മെന്റ് സംവിധാനമാണ് സംബാൻ എന്ന് പറഞ്ഞ സംവിധാനം കേട്ടോ. എന്നോട് പറയാം, ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിലെ പെൻഷൻകാർക്കുള്ള ഒരു സുഗമമായ ഓൺലൈൻ പെൻഷൻ പ്രോസസിംഗ് പേയ്മെന്റ് സംവിധാനമാണ് സംബാൻ. അതിന്റെ ഫുൾ ഫോം ആണ് സിസ്റ്റം ഫോർ അക്കൗണ്ടിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് പെൻഷൻ എന്നാണ്. അടുത്ത പോയിന്റ്, 19ാമത് കഥകളി ഫെസ്റ്റിവലിന് വേദിയാകുന്ന പമ്പയുടെ തീരമാണ് ചെറുകോൽ പുഴ. സൂര്യപ്രകാശം ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡിനെ മെഥനോൾ ഇന്ധനമാക്കി മാറ്റാൻ കഴിയുന്ന ഫോട്ടോ കാറ്റലിറ്റിക് പദാർത്ഥം വികസിപ്പിച്ചത് IIT ഗുവാഹത്തിയാണ്. ബഹിരാകാശ പൊടിപടലം ഭൂമിയെയും ബാധിക്കുന്നുവെന്ന് നിർണായക കണ്ടെത്തലുകൾ നടത്തിയ ബഹിരാകാശ സംഘടനയാണ് നമ്മുടെ ISRO കേട്ടോ. അപ്പം ബഹിരാകാശ പൊടിപടലം ഭൂമിയെയും ബാധിക്കുന്നു എന്ന നിർണായക കണ്ടെത്തലുകൾ നടത്തിയ ബഹിരാകാശ സംഘടന ഏതാണ്? ISRO ആണ്. അപ്പൊ എനിക്ക് അങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, നിലവിലെ ISRO ചെയർമാൻ ആരാണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അടുത്ത പോയിന്റ്, അടുത്തിടെ IPL സംപ്രേഷണത്തിന് അനിശ്ചിത കാലത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായത് ചലച്ചിത്ര താരമായിട്ടുള്ള നമ്മുടെ മോഹൻലാലാണ് കേട്ടോ. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായത് മോഹൻലാലാണ്. 2026 52ാമത് G7 ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ് ആണ്. 2026 52ാം G7 ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ചേരിരഹിത നഗരമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത് എവിടെയാണ്? സൂറത്താണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ചേരിരഹിത നഗരമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത് എവിടെയാണ്? സൂററ്റാണ്. വൈദ്യുത വാഹന ബാറ്ററികളുടെ പൂർണ്ണമായും കണ്ടെത്തലും കാര്യക്ഷമമായ പുനരുപയോഗവും ഉറപ്പാക്കാൻ ആധാറിന് സമാനമായി ഗതാഗത മന്ത്രാലയം നടപ്പാക്കുന്ന ആധാർ നമ്പറാണ് BPAN എന്ന് പറയുന്നത്. അതായത് ബാറ്ററി പാക്ക് ആധാർ നമ്പർ എന്നാണ് BPAN എന്നാണ് അറിയപ്പെടുന്നത്. കേരള ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടമാവുന്ന ആദ്യ വ്യക്തിയാണ് ആന്റണി രാജു കേട്ടോ. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടമാവുന്ന ആദ്യ വ്യക്തി ആന്റണി രാജുവാണ്. സൗന്ദര്യ മത്സരങ്ങളിൽ ഏറ്റവും അധികം കിരീടം നേടിയ രാജ്യം ഏതാണ്? വെനസ്വേലയാണ് കേട്ടോ. 2030 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഒരുക്കങ്ങൾക്കായി രൂപീകരിച്ച പ്രത്യേക നിർവഹണ ഏജൻസിയുടെ അധ്യക്ഷയായി ചുമതലയേറ്റത് നമ്മുടെ PT ഉഷയാണ് കേട്ടോ. PT ഉഷയാണ്. രാജ്യസഭ MP ഒക്കെയാണ് PT ഉഷ കേട്ടോ. അപ്പൊ 2030 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഒരുക്കങ്ങൾക്കായി രൂപീകരിച്ച പ്രത്യേക നിർവഹണ ഏജൻസിയുടെ അധ്യക്ഷയായി ചുമതലയേറ്റത് PT ഉഷയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI ക്ലിനിക് ഏതാണ്? ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഗ്രേറ്റർ നോയിഡയാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI ക്ലിനിക്. രാജ്യത്തെ ആദ്യ പൂർണ്ണ കടലാസ് രഹിത കോടതിയായി മാറിയത് കൽപ്പറ്റ കോടതിയാണ് കേട്ടോ. രാജ്യത്തെ തന്നെ ആദ്യ പൂർണ്ണ കടലാസ് രഹിത കോടതിയായി മാറിയത് ഏതാണ്? കൽപ്പറ്റ കോടതിയാണ്. കാരണം എന്താണ്? കേസ് ഫയൽ ചെയ്യുന്നത് മുതൽ വിധി പ്രസ്താവന വരെ എല്ലാം ഡിജിറ്റലായിട്ട് മാറിയിട്ടുണ്ട്. മൂന്നാമത് അന്താരാഷ്ട്ര ആയുഷ് കോൺഗ്രസിന്റെ വേദി ദുബായ് ആണ് കേട്ടോ. മൂന്നാമത് അന്താരാഷ്ട്ര ആയുഷ് കോൺഗ്രസ് വേദി ദുബായ് ആണ്. കാടിറങ്ങുന്ന വന്യജീവികളെ പ്രതിരോധിക്കാൻ
പഞ്ചായത്ത് തലത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ലാൻഡ്സ്കേപ്പ് പ്ലാൻ കേട്ടോ. കാടിറങ്ങുന്ന വന്യജീവികളെ പ്രതിരോധിക്കാൻ പഞ്ചായത്ത് തലത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ലാൻഡ്സ്കേപ്പ് പ്ലാൻ. ഗോസ്റ്റ് ഐ എന്ന പുസ്തകം രചിച്ചതാരാണ്? അമിതാഭ് ഘോഷാണ് കേട്ടോ. ഗോസ്റ്റ് ഐ എന്ന പുസ്തകം അടുത്തിടെ രചിച്ചത് അമിതാഭ് ഘോഷാണ്. പട്ടാപ്പകൽ മാത്രമല്ല പാതിരാത്രിയിലും സ്ത്രീക്ക് സുരക്ഷിതമായി ഇറങ്ങി നടക്കാൻ കഴിയുന്ന നഗരങ്ങളിൽ 1-ാം സ്ഥാനത്തെത്തിയ നഗരമാണ് ബംഗളൂരു കേട്ടോ. ബംഗളൂരു ആണേ. ഇന്ത്യൻ സൈന്യം 1,00,000-ലധികം ഡ്രോൺ ഓപ്പറേറ്റർമാരുമായി സൃഷ്ടിച്ച ആധുനിക യുദ്ധസേനയാണ് ഭൈരവ് കേട്ടോ. ഭൈരവ്. ഇന്ത്യൻ സേന 1,00,000-ലധികം ഡ്രോൺ ഓപ്പറേറ്റർമാരുമായി സൃഷ്ടിച്ച ആധുനിക യുദ്ധസേനയുടെ പേരാണ് ഭൈരവ്. DRDO വികസിപ്പിച്ചെടുത്ത സൈനികർക്ക് കടൽവെള്ളം കുടിവെള്ളമാക്കി മാറ്റുന്ന കൈകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഉപകരണമാണ് സ്വദേശ് എന്ന് പറഞ്ഞ ഉപകരണമാണ്. അതിന്റെ ഫുൾ ഫോമാണ് സീ വാട്ടർ ഡീസലൈനേഷൻ സിസ്റ്റം കേട്ടോ. സീ വാട്ടർ ഡീസലൈനേഷൻ സിസ്റ്റം. അതായത് DRDO വികസിപ്പിച്ചെടുത്ത സൈനികർക്ക് കടൽവെള്ളം കുടിവെള്ളമാക്കി മാറ്റുന്ന കൈകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഉപകരണമാണ് സ്വദേശ് എന്ന് പറഞ്ഞ ഉപകരണം. സീ വാട്ടർ ഡീസലൈനേഷൻ സിസ്റ്റം. സംസ്ഥാന സർക്കാരിന്റെ 2026 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത നാദസ്വര വിദ്വാനാരാണ്? തിരുവിഴ ജയശങ്കർ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. സംസ്ഥാന സർക്കാരിന്റെ 2026 ഹരിവരാസന പുരസ്കാര ജേതാവാരാണ്? തിരുവിഴ ജയശങ്കർ. അദ്ദേഹം പ്രശസ്ത നാദസ്വര വിദ്വാനാണ്. സംസ്ഥാന നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? NS മാധവനാണ്. സംസ്ഥാന നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? NS മാധവനാണ്. 2026 ജനുവരിയിൽ ആധികാരികത, അഭിവൃദ്ധി കൂട്ടായ്മ എന്നീ ആശയങ്ങൾ മുൻനിർത്തി ഫോർണവേവ് എന്ന പേരിൽ പുതിയ ബ്രാൻഡ് നയത്തിന് രൂപം നൽകിയ ബാങ്കാണ് ഫെഡറൽ ബാങ്ക് കേട്ടോ. ഫെഡറൽ ബാങ്ക് കേട്ടോ. ഫോർണവേവ് എന്ന പേരിൽ പുതിയ ബ്രാൻഡ് നയത്തിന് രൂപം നൽകിയ ബാങ്ക് ഏതാണ്? ഫെഡറൽ ബാങ്കാണ്. ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ നമ്മുടെ ചലച്ചിത്ര നടിയായിട്ടുള്ള വിദ്യാ ബാലനാണ് കേട്ടോ. ISROയുടെ ഈ വർഷത്തെ ആദ്യ ഉപഗ്രഹ ദൗത്യം ഏതാണ്? അന്വേഷ എന്ന് പറഞ്ഞ ഉപഗ്രഹ ദൗത്യമാണ്. PSLV C-62 വിക്ഷേപിച്ചത്. വിക്ഷേപണ തീയതി 2026 ജനുവരി 12 2026 ജനുവരിയിൽ മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ല ഏതാണ്? കൊല്ലമാണ്. കൊല്ലം ജില്ലയിലാണ് മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി ഉള്ളത്. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ വിശിഷ്ട അതിഥികളായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിതകൾ ആരൊക്കെയാണ്? KV ബിന്ദു, എലിസബത്ത് ജോർജ്. സംസ്ഥാനത്തെ ആദ്യ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് ലക്കിടിയിലാണ്. പാലക്കാട് ജില്ലയിലെ ലക്കിടിയിലാണ് ആദ്യ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത്. ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതമാണ്. കടമക്കുടി ഗ്രാമീണ കായൽ ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന ജില്ല എറണാകുളം ജില്ലയാണ്. കടമക്കുടി ഗ്രാമീണ കായൽ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് ബ്രഹ്മപുരത്താണ്. എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരത്താണ്. ശാസ്ത്ര സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ APJ അബ്ദുൽ കലാം ദേശീയ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? രമേശ് ചെന്നിത്തലയ്ക്കാണ്. അടുത്തിടെ ISROയുടെ പരാജയപ്പെട്ട ദൗത്യമാണ് PSLV C-62 ആണ്. 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? EP രാജഗോപാലിനാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2025 ഓടക്കുഴൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? EP രാജഗോപാലിനാണ്. അദ്ദേഹത്തിന്റെ കൃതി ഏതാണ്? സാഹിത്യ വിമർശന ഗ്രന്ഥമായിട്ടുള്ള ഉൾക്കഥ എന്ന് പറഞ്ഞ കൃതിക്കാണ്. ഉൾക്കഥ എന്ന് പറഞ്ഞ സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് EP രാജഗോപാലിന് 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ദൂരം ബിറ്റുമിനസ് കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ NHI അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ ഒന്നുകൂടെ പറയാം. 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ദൂരം ബിറ്റുമിനസ് കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. പോക്സോ നിയമത്തിന്റെ ദുരുപയോഗം തടയാൻ നിയമത്തിൽ ഏത് ചട്ടം കൂടി ചേർക്കാനാണ് കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത്? റോമിയോ ജൂലിയറ്റ് ചട്ടമാണ്. കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകുന്ന
കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാന്ത്വന മിത്ര. അടുത്ത പോയിന്റ് നോക്കാം. അഗോഡയുടെ റിപ്പോർട്ട് പ്രകാരം അന്താരാഷ്ട്ര സന്ദർശകരുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരമായി മാറിയത് ഏതാണ്? തിരുവനന്തപുരമാണ്. നിർമ്മിത ബുദ്ധി ചാറ്റ്ബോട്ടായ ഗ്രോക്കിനെ നിരോധിക്കുന്ന ആദ്യ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മലേഷ്യയും ഇന്തോനേഷ്യയുമാണ്. അപ്പൊ എന്താണ്? നിർമ്മിത ബുദ്ധി ചാറ്റ്ബോട്ടായിട്ടുള്ള ഗ്രോക്കിനെ നിരോധിക്കുന്ന ആദ്യ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മലേഷ്യ, ഇന്തോനേഷ്യയാണ്. സപ്ലൈകോയുടെ കേരളത്തിലെ ആദ്യ സിഗ്നേച്ചർ മാർട്ട് നിലവിൽ വരുന്നത് തലശ്ശേരിയിലാണ്. കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളെ കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായി മികച്ച തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച പുതിയ ക്യാമ്പയിനാണ് തിരികെ എന്ന് പറഞ്ഞ ക്യാമ്പയിൻ. തിരികെ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ച് ആണ്. അതായത് ഡെയിലി 1 hour ലൈവ് സെക്ഷൻ ആണ്. ടെലഗ്രാമിലാണ് ലൈവ് സെക്ഷൻ വരുന്നത്. ആ ക്ലാസ് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡ് സെക്ഷൻ നമ്മൾ ഗ്രൂപ്പ് ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ PDF നോട്ട്സ്, മോക്ക് ടെസ്റ്റുകൾ, വീക്കിലി മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. 6 മാസമാണ് വാലിഡിറ്റി വരുന്നത്. കോഴ്സ് ഫീ വെറും 200 രൂപ മാത്രമാണ് വരുന്നത്. അഡ്മിഷൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരാം ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി. അപ്പം നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് ആശ്വാസ വാടക വീട് പദ്ധതി. ഒന്നുകൂടെ പറയാം. മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് ആശ്വാസ വാടക വീട് പദ്ധതി. അതായത് പരീക്ഷണാടിസ്ഥാനത്തിൽ തൃശ്ശൂരിൽ ആരംഭിച്ച പദ്ധതി വിജയമായതിന് പിന്നാലെയാണ് കണ്ണൂർ, കോട്ടയം, ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലേക്കും ഈ പദ്ധതി നടപ്പാക്കുന്നത്. അടുത്ത പോയിന്റ്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന്റെ 25 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി അസുഖം മൂലം കാലാവധി വെട്ടിച്ചുരുക്കി സഞ്ചാരികളെ തിരിച്ചെത്തിച്ച ദൗത്യമാണ് ക്രൂ 11 ദൗത്യം കേട്ടോ. നാസയുടെ ക്രൂ 11 ദൗത്യം. അതായത് ക്രൂ 11 ദൗത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നാസയുടെയും സ്പേസ് എക്സിന്റെയും സംയുക്ത ദൗത്യമാണ് ക്രൂ 11 എന്ന് പറയുന്ന ദൗത്യം. അടുത്ത പോയിന്റ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വനിതാ കാർഷിക ഭക്ഷ്യ സംരംഭങ്ങളെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി ആരംഭിക്കുന്ന പുതിയ യൂണിഫൈഡ് പ്രീമിയം ബ്രാൻഡാണ് കെ ഇനം എന്ന് പറഞ്ഞ ബ്രാൻഡ് കേട്ടോ. കുടുംബശ്രീ ഇനം എന്നൊക്കെ കണക്ട് ചെയ്തോണേ. കെ ഇനം എന്ന് പറഞ്ഞ ബ്രാൻഡ്. അടുത്ത പോയിന്റ്. 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. 2026 ബ്രിക്സ് ഉച്ചകോടി വേദി ഇന്ത്യയാണ്. 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രമേയം എന്ന് പറഞ്ഞ പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണമാണ് ഇതിന്റെ പ്രമേയമായിട്ട് വരുന്നത്. അടുത്ത പോയിന്റ്. സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സോൾ ലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് അർഹനായതാരാണ്? പ്രഭാവർമ്മയാണ്. കൃതി രൗദ്ര സാത്വികം എന്ന് പറഞ്ഞ കൃതിയാണ്. ഒന്നുകൂടെ പറയാം. സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സോൾ ലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് അർഹനായതാരാണ്? പ്രഭാവർമ്മയാണ്. കൃതി രൗദ്ര സാത്വികമാണ്. 2026 പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്ന ടൈലർ പ്രൈസ് നേടിയ ശാസ്ത്രജ്ഞയാരാണ്? ടോബി കിയേഴ്സ് ആണ് കേട്ടോ. ടോബി കിയേഴ്സ് ആണ്. 2026 ജനുവരിയിൽ ശൈത്യകാലത്തെ അസാധാരണമായ കാട്ടുതീ ഭീഷണി അഥവാ വിന്റർ ഫോറസ്റ്റ് ഫയർ നേരിട്ട ദേശീയോദ്യാനം ഏതാണ്? വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്കാണ്. ഉത്തരാഖണ്ഡിലെ വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്കാണ് ശൈത്യകാലത്ത് അസാധാരണമായ കാട്ടുതീ ഭീഷണി നേരിട്ട ദേശീയോദ്യാനം. അടുത്ത പോയിന്റ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അഥവാ NIA പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായതാരാണ്? രാകേഷ് അഗർവാൾ ആണ്. അപ്പൊ അതായത് എന്താണ്? നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അഥവാ NIA പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായതാരാണ്? രാകേഷ് അഗർവാൾ ആണ്. ഹെൻലി പാസ്പോർട്ട് സൂചിക 2026 ജനുവരിയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം സിംഗപ്പൂരാണ് കേട്ടോ. ഹെൻലി പാസ്പോർട്ട് സൂചികയൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പഠിച്ചു വെക്കുക. ഹെൻലി പാസ്പോർട്ട് സൂചിക 2026 ജനുവരിയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? സിംഗപ്പൂരാണ്. ഇന്ത്യയുടെ സ്ഥാനം 80ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 80 ആണ്. നീതി ആയോഗ് കയറ്റുമതി തയ്യാറെടുപ്പ് സൂചിക 2024 പ്രകാരം കേരളത്തിന്റെ സ്ഥാനം 11ാം സ്ഥാനമാണ്.
രാജ്യത്ത് ബ്ലോക്ക് ചെയിൻ സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷനാണ് കേരള PSC കേട്ടോ. പഠിച്ചു വെക്കണേ. രാജ്യത്ത് ബ്ലോക്ക് ചെയിൻ സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യ പബ്ലിക് സർവീസ് കമ്മീഷൻ ഏതാണ്? കേരള PSC ആണ്. കേരളത്തിലെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെയാണ്? കൊട്ടാരക്കരയിലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെയാണ്? കൊട്ടാരക്കരയാണ്. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ശാരദയ്ക്കാണ്. സിനിമാ നടിയായിട്ടുള്ള ശാരദയ്ക്കാണ്. അപ്പൊ 2024 JC ഡാനിയൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ശാരദയ്ക്കാണ്. ഈ ശാരദയുടെ യഥാർത്ഥ പേരൊന്ന് അറിഞ്ഞു വെക്കണം. സരസ്വതി ദേവിയാണ് കേട്ടോ. ഈ നടി ശാരദയുടെ യഥാർത്ഥ പേര് സരസ്വതി ദേവിയാണ്. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ഭൂമിയിൽ നിന്ന് ഒരു പ്രകാശ ദിനം ദൂരത്തിൽ എത്തുന്ന ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകമാകാൻ ഒരുങ്ങുന്നത് വോയേജർ I ആണ് കേട്ടോ. വോയേജർ I ആണ്. KSEBയിൽ സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്. പെട്ടെന്ന് തന്നെ കണക്ട് ആക്കാമല്ലോ. KSEB എന്ന് പറയുമ്പോൾ എന്താണ്? ഷോർട്ട് സർക്യൂട്ട് ഒക്കെ ഉണ്ടാവുമല്ലോ, കണക്ട് ആക്കാമല്ലോ. അപ്പൊ എന്താണ്? KSEBയിൽ സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഓവറോൾ ചാമ്പ്യന്മാരായത് കണ്ണൂർ ജില്ലയാണ് കേട്ടോ. കണ്ണൂരാണ്. 1028 പോയിന്റ് നേടിയാണ് കണ്ണൂർ ഓവറോൾ ചാമ്പ്യന്മാരായത്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലാണ്. അതിന് വേദി എന്ന് പറഞ്ഞാൽ തൃശ്ശൂരാണ്. സ്കൂൾ കലോത്സവം നടന്നത് വേദി തൃശ്ശൂരും ജേതാക്കള് കണ്ണൂരുമാണ്. ഇന്ത്യ ഓപ്പൺ 2026 ടൂർണമെന്റിൽ വനിതാ സിംഗിൾസിൽ വിജയിച്ചത് ആൻസെ യുങ് ആണ് കേട്ടോ. ഇന്ത്യ ഓപ്പൺ 2026 ടൂർണമെന്റിൽ വനിതാ സിംഗിൾസിൽ വിജയിച്ചതാരാണ്? ആൻസെ യുങ് ആണ് വിജയിച്ചത്. ദക്ഷിണ കൊറിയൻ താരമാണ് ആൻസെ യുങ് കേട്ടോ. 2026 ജനുവരിയിൽ ഇന്ത്യയുടെ 92ാമത് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയതാരാണ്? ആര്യൻ വർഷണയാണ് കേട്ടോ. 2026 ജനുവരിയിൽ ഇന്ത്യയുടെ 92ാമത് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയതാരാണ്? ആര്യൻ വർഷണയാണ്. അടുത്ത പോയിന്റ് നോക്കാം. 2026 77ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ മുഖ്യ അതിഥികളായി പങ്കെടുക്കുന്ന ആരൊക്കെയാണ്? അന്റോണിയ കോസ്റ്റയും ഉർസുല വോൺ ഡെർ ലെയ്നുമാണ് കേട്ടോ. ഒന്നുകൂടെ ഞാൻ പറയാം. 2026 77ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ മുഖ്യ അതിഥികളായി പങ്കെടുക്കുന്ന ആരൊക്കെയാണ്? അന്റോണിയോ കോസ്റ്റയും ഉർസുല വോൺ ഡെയറുമാണ്. ഈ ആന്റോണിയോ കോസ്റ്റ എന്ന് പറഞ്ഞത് യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ് കേട്ടോ. ആന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റും അതുപോലെ തന്നെ ഉർസുല വോൺ ഡെയർ ലെയ്ൻ എന്ന് പറഞ്ഞത് യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റുമാണ്. ആന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റും ഉർസുല വോൺ ഡെയർ ലെയ്ന് യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റുമാണ്. അടുത്ത പോയിന്റ്, ITDP ഗ്ലോബൽ സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് അവാർഡ് 2026 പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച കേരളത്തിലെ ഗതാഗത സംവിധാനമാണ് കൊച്ചി വാട്ടർ മെട്രോ കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ്, പഠിച്ചു വെക്കുക. ITDPയുടെ ഗ്ലോബൽ സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് അവാർഡ് 2026 പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച കേരളത്തിലെ ഗതാഗത സംവിധാനം കൊച്ചി വാട്ടർ മെട്രോയാണ്. 2025-26 വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ കിരീടം നേടിയത് വിദർഭയാണ്. വിദർഭ. അടുത്ത പോയിന്റ് നമുക്ക് പഠിക്കാം. റെയിൽവേയുടെ പരമോന്നത ബഹുമതിയായ അതിവിശിഷ്ട റെയിൽവേ സേവാ പുരസ്കാരം ലഭിച്ച RPF ഉദ്യോഗസ്ഥയാണ് ചന്ദന സിൻഹയാണ് കേട്ടോ. അപ്പൊ എന്താണ്? റെയിൽവേയുടെ പരമോന്നത ബഹുമതിയായ അതിവിശിഷ്ട റെയിൽ സേവാ പുരസ്കാരം ലഭിച്ച RPF ഉദ്യോഗസ്ഥയാരാണ്? ചന്ദന സിൻഹയാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഉത്തർപ്രദേശിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നായി അപകട സാഹചര്യങ്ങളിൽ ഏർപ്പെട്ട 1500-ലധികം കുട്ടികളെയാണ് ഈ ചന്ദന സിൻഹ രക്ഷപ്പെടുത്തിയത് കേട്ടോ. അടുത്ത പോയിന്റ്, തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങളെ പറ്റി വിവരം നൽകുക, നിയമങ്ങളും ചട്ടങ്ങളും സംബന്ധിച്ച സംശയ നിവാരണം തുടങ്ങിയവ ലക്ഷ്യം വെച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരംഭിക്കുന്ന AI കോൾ സെന്റർ ആണ് സ്മാർട്ടി കേട്ടോ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരംഭിക്കുന്ന AI കോൾ സെന്റർ ഏതാണ്? സ്മാർട്ടി ആണ്. അടുത്ത പോയിന്റ്, വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും പഠനത്തോടൊപ്പം കായിക വിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാൻ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹം പദ്ധതി കേട്ടോ. സ്നേഹം പദ്ധതി. ഹോളിവുഡ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന ആനിമേഷൻ ചിത്രമാണ് സുട്ടോപ്പിയ 2 കേട്ടോ. സുട്ടോപ്പിയ 2 ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഹോളിവുഡ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന ആനിമേഷൻ ചിത്രം ഏതാണ്? സുട്ടോപ്പിയ 2.
ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ ഹൈബ്രിഡ് അരി വികസിപ്പിച്ച രാജ്യം ചൈനയാണ് കേട്ടോ. ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ ഹൈബ്രിഡ് അരി വികസിപ്പിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. 2026 ലോക സാമ്പത്തിക ഫോറത്തിന്റെ വേദി എവിടെയാണ്? ദാവോസ്, സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ സീ മറൈൻ ഫിഷ് ഫാമിംഗ് പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? നോർത്ത് ബേ ആൻഡമാൻ കടലാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഓപ്പൺ സീ മറൈൻ ഫിഷ് ബാങ്കിംഗ് പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? നോർത്ത് ബേ ആൻഡമാൻ കടലാണ്. 2026 ജനുവരിയിൽ അതിരൂക്ഷമായ കാട്ടുതീ കാരണം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്ന രാജ്യം ഏതാണ്? ചില്ലിയാണ് കേട്ടോ. ചില്ലി. കവിയും സാഹിത്യകാരനുമായ കെ സച്ചിദാനന്ദന്റെ ആത്മകഥ ഏതാണ്? അവിരാമമാണ് കേട്ടോ. കവിയും സാഹിത്യകാരനുമായിട്ടുള്ള നമ്മുടെ കെ സച്ചിദാനന്ദന്റെ ആത്മകഥ ഏതാണ്? അവിരാമം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന്റെ മാതൃകയിൽ ഹിന്ദി ഇതര ഭാഷകൾക്കായി സെമ്മൊഴി ഇലക്കിയ വിരുദ് പുരസ്കാരം അഥവാ ശ്രേഷ്ഠ ഭാഷ സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തുന്ന സംസ്ഥാനം തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാടാണ്. അപ്പൊ നമുക്കറിയാം എപ്പോഴും ഹിന്ദിക്കെതിരെ എപ്പോഴും സംസാരിക്കുന്നത് ഏതാണ്? ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ എപ്പോഴും പ്രക്ഷോഭങ്ങളൊക്കെ നടത്തുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അതുകൊണ്ട് തന്നെ കണക്ട് ആക്കണം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന്റെ മാതൃകയിൽ ഹിന്ദി ഇതര ഭാഷകൾക്കായി സെമ്മൊഴി ഇലക്കിയ വിരുദ് എന്ന് പറഞ്ഞ ശ്രേഷ്ഠ ഭാഷ സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആരാണ്? MK സ്റ്റാലിനാണ്. വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികം പ്രമേയമാക്കി 2026 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിനായി സംഗീതം ചിട്ടപ്പെടുത്തിയ വ്യക്തി ആരാണ്? MM കീരവാണിയാണ് കേട്ടോ. MM കീരവാണിയാണ്. നമ്മുടെ ബാഹുബലിയുടെയൊക്കെ ബാഹുബലിയിലൊക്കെ സംഗീതം നൽകിയ വ്യക്തിയാണ് MM കീരവാണി കേട്ടോ. സംഗീത സംവിധായകനാണ്. അടുത്ത പോയിന്റ്, മൃഗസംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണം എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഈ സമൃദ്ധ പദ്ധതി കേട്ടോ. ഈ സമൃദ്ധ 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ഗ്രാസ മാർഷലിനാണ് കേട്ടോ. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ഗ്രാസ മാർഷലിനാണ്. മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തകയാണ് ഗ്രാസ മാർഷൽ. അടുത്ത പോയിന്റ്, ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അടുത്ത പോയിന്റ്, 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ CRPFന്റെ പുരുഷ യൂണിറ്റിനെ നയിക്കുന്ന ആദ്യ വനിതാ ഉദ്യോഗസ്ഥയാരാണ്? സിമ്രാൻ ബാലയാണ് കേട്ടോ. സിമ്രാൻ ബാലയാണ്. ജമ്മു കാശ്മീരിലെ രജോരി ജില്ല സ്വദേശിനി കൂടിയാണ് സിമ്രാൻ ബാല കേട്ടോ. അറിഞ്ഞിരിക്കണേ. അടുത്ത പോയിന്റ്, അതിവേഗം മുറിവുണക്കാൻ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി വികസിപ്പിച്ച മെഡിക്കൽ ഉൽപ്പന്നമാണ് കോളിഡേം കേട്ടോ. പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്, ഒരു മാർക്ക് പ്രതീക്ഷിക്കാം. എന്താണ്? അതിവേഗം മുറിവുണക്കാൻ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി വികസിപ്പിച്ച മെഡിക്കൽ ഉൽപ്പന്നമാണ് കോളിഡേം എന്ന് പറഞ്ഞ ഉൽപ്പന്നം. ഈ കോളിഡേം എന്ന് പറഞ്ഞ ഉൽപ്പന്നം വളർത്തു മൃഗങ്ങളുടെ പിത്തസഞ്ചിയിൽ നിന്ന് കോശേതര മാട്രിക്സ് വേർതിരിച്ചെടുത്താണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചത് കേട്ടോ. അതിവേഗം മുറിവണക്കാനുള്ള ഉൽപ്പന്നമാണ് കോളിഡേം. അടുത്ത പോയിന്റ്, കേരള കലാമണ്ഡലത്തിൽ നിന്ന് ബിരുദം നേടുന്ന ആദ്യ മലയാളി മുസ്ലിം വനിതയാണ് ഹുസ്ന ഫാനു സുന്നജൻ. മെഡിസെപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിമാസ പ്രീമിയം എത്രയാണ്? 687 രൂപയാണ്. മെഡിസെപ്പ് എന്താണെന്ന് അറിയാലോ? സർക്കാർ ജീവനക്കാർക്കും അതുപോലെ തന്നെ പെൻഷൻകാർക്കും വേണ്ടിയുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് പദ്ധതി. അതിന്റെ പുതുക്കിയ പ്രീമിയമാണ് 687 രൂപ. കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം ഏതാണ്? സവിശേഷ എന്ന് പറഞ്ഞ സർഗോത്സവമാണ്. അതിന്റെ വേദി തിരുവനന്തപുരമായിരുന്നു. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിക്കുന്ന ടാബ്ലോ ഏതാണ്? കൊച്ചി വാട്ടർ മെട്രോയും അതുപോലെ തന്നെ 100% സമ്പൂർണ്ണ സാക്ഷരതാ നേട്ടവുമാണ്. രാജ്യത്തിൽ ആദ്യമായി സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ഒരു മാർക്ക് പ്രതീക്ഷിക്കാമേ. അപ്പൊ രാജ്യത്തിൽ തന്നെ ആദ്യമായിട്ട് സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനമാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. സംസ്ഥാന പക്ഷി സംസ്ഥാന മൃഗം എന്ന് പറയുന്നതിനോട്ട് കേരളത്തിന്റെ സംസ്ഥാന സൂക്ഷ്മാണു ഏതാണ്? ബാസിലസ് സബ്റ്റിലസ് ആണ് കേട്ടോ. അപ്പൊ കേരളത്തിന്റെ സംസ്ഥാന സൂക്ഷ്മാണു ഏതാണ്? ബാസിലസ് സബ്റ്റിലസ് ആണ്. കേരളത്തിലെ ആദ്യ 3D കമ്പ്യൂട്ടർ ഗെയിം ഏതാണ്? തെക്ക് ഐലൻഡ് ആണ് കേട്ടോ. കേരളത്തിലെ ആദ്യ 3D കമ്പ്യൂട്ടർ ഗെയിം ഏതാണ്? തെക്ക് ഐലൻഡ് ആണ്.
രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ 11 ക്ലാസിക്കൽ ഭാഷകളിലെ കൃതികൾ സൂക്ഷിച്ചിരിക്കുന്ന പുതിയ ലൈബ്രറിയുടെ പേരാണ് ഗ്രന്ഥകുടീർ കേട്ടോ. പുതിയ രാഷ്ട്രപതി ഭവനിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ 11 ക്ലാസിക്കൽ ഭാഷകളിൽ കൃതികൾ സൂക്ഷിച്ചിരിക്കുന്ന പുതിയ ലൈബ്രറിയുടെ പേരാണ് ഗ്രന്ഥകുടീർ. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വരുന്ന വഴിയോര കച്ചവടക്കാരെയും ചെറുകിട സംരംഭകരെയും ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PM സ്വാധീനി കേട്ടോ. PM സ്വാധീനി. കേരളത്തിൽ സഹകരണ മേഖലയിൽ ആദ്യമായി കശുമാങ്ങയിൽ നിന്നും ഫെനി എന്ന പേരിൽ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിക്കുന്ന സഹകരണ ബാങ്കാണ് പയ്യാവൂർ സഹകരണ ബാങ്ക്. കണ്ണൂരാണ് പയ്യാവൂർ വരുന്നത്, പഠിച്ചു നോക്കണം. കേരളത്തിൽ സഹകരണ മേഖലയിൽ ആദ്യമായി കശുമാങ്ങയിൽ നിന്നും ഫെനി എന്ന പേരിൽ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിക്കുന്ന സഹകരണ ബാങ്ക് ഏതാണ്? പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്കാണ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി ഫോട്ടോ പതിപ്പിച്ച നേറ്റിവിറ്റി കാർഡ് അവതരിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. അടുത്ത പോയിന്റ്, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ കണ്ടെത്താൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ECI നെറ്റ് കേട്ടോ. ECI നെറ്റ്. ഇന്ത്യയിൽ ശ്വാസത്തിലൂടെ ശരീരത്തിൽ എത്തിക്കാവുന്ന ആദ്യത്തെ ഇൻസുലിനാണ് അഫ്രേസ കേട്ടോ. ഇന്ത്യയിൽ ശ്വാസത്തിലൂടെ ശരീരത്തിൽ എത്തിക്കാവുന്ന ആദ്യത്തെ ഇൻസുലിൻ ഏതാണ്? അഫ്രേസയാണ്. ഫ്ലഡ് റോഡുകളുടെ നിർമ്മാണ അനുമതി മുതൽ ബിൽ അവതരണം വരെയുള്ള എല്ലാ പ്രവൃത്തികൾക്കുമായി ദുരന്ത നിവാരണ വകുപ്പ് സജ്ജീകരിച്ച പോർട്ടലാണ് സുവിധി പോർട്ടൽ. ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ റെയിൽവേ പോലീസ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് റെയിൽ മൈത്രി. 2026 AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ വേദി ഏതാണ്? എവിടെയാണ്? നമ്മുടെ ഇന്ത്യയാണ്. 2026 AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ പ്രമേയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും AI, എല്ലാവർക്കും ശോഭനമായ ഭാവി എന്നാണ്. അടുത്തിടെ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഔദ്യോഗികമായി പിന്മാറിയ രാജ്യം ഏതാണ്? US ആണ്. ആർട്ടിമസ് 11 ചാന്ദ്ര ദൗത്യം അവതരിപ്പിക്കുന്ന ബഹിരാകാശ സംഘടന നാസ. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടാണ് പഞ്ചം കേട്ടോ. പഞ്ചം, ഒരു മിനിറ്റ്. പഞ്ചം എന്ന് പറഞ്ഞ പോർട്ടലാണ് പഞ്ചം. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടാണ് പഞ്ചം. പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്രം ലഭിച്ചത് ആർക്കാണ്? ശുഭാംശു ശുക്ലയ്ക്കാണ്. 2026 ജനുവരിയിൽ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സമൂഹ മാധ്യമങ്ങൾ നിരോധിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഫ്രാൻസ് ആണ്. 2026 ജനുവരിയിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ പൂർത്തിയാക്കിയ കൂട്ടായ്മ യൂറോപ്യൻ യൂണിയനാണ്. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന പ്രശസ്ത നോവലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വെച്ച് പുറത്തിറക്കിയ പുതിയ മലയാളം ഫോണ്ടാണ് തസ്രാക്ക് കേട്ടോ. തസ്രാക്ക് പഠിച്ചു നോക്കണേ. തസ്രാക്ക്. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് അക്ഷരം ആരോഗ്യം. 2024 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹയായ പ്രമുഖ ശാസ്ത്രജ്ഞരാണ് ഡോക്ടർ ടെസി തോമസ് ആണ്. സമഗ്ര നഗരനയം രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. 2025-26 സീസൺ മുതൽ ഐ ലീഗിന്റെ പുതിയ പേരാണ് ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് അഥവാ IFL എന്നറിയപ്പെടും. അടുത്തിടെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വാണിജ്യവൽക്കരിക്കാൻ ലൈസൻസ് നൽകിയ കിഴങ്ങുവിള ഏതാണ്? ജാമുനി എന്ന് പറഞ്ഞ കിഴങ്ങുവിളയാണ്. വാണിജ്യവൽക്കരിക്കാൻ ലൈസൻസ് നൽകിയ കിഴങ്ങുവിളയാണ് ജാമുനി എന്ന് പറഞ്ഞ കിഴങ്ങുവിള. ജാമുനി ഒരു ചേമ്പ് ഇനമാണ്. 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മികച്ച ടാബ്ലോകളിൽ 1ാം സ്ഥാനം നേടിയത് മഹാരാഷ്ട്രയുടെ ടാബ്ലോയാണ്. ഗണേശോത്സവം ആത്മനിർഭരതയുടെ പ്രതീകം എന്നാണ് എൻ്റെ തീം വരുന്നത്. 2026 ജനുവരിയിൽ സമൂഹത്തെ 4 വിഭാഗങ്ങളായി തരംതിരിക്കുകയും അടിമത്തം നിയമവിധേയമാക്കുകയും ചെയ്യുന്ന വിവാദപരമായ പുതിയ ക്രിമിനൽ നയം നടപ്പിലാക്കിയ രാജ്യം അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനാണ്.
ഭൗതിക വെല്ലുവിളിയുള്ളവർക്ക് പ്രാദേശിക തലത്തിൽ പരിചരണം ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് അൻപ് വീട് പദ്ധതി കേട്ടോ. അൻപ് വീട് പദ്ധതിയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ 2026 ജനുവരി മാസത്തെ മുഴുവൻ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് വളരെ എഫോർട്ട് എടുത്താണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ക്ലാസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതായത് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും, അതുപോലെ തന്നെ മാക്സിമം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ബാക്കിയുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും, അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ക്ലാസ് അവസാനം വരെ കണ്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും താങ്ക് യു. പുതിയൊരു ക്ലാസ്സുമായിട്ടും പുതിയ അപ്ഡേറ്റ്സുകളുമായിട്ടും ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു.